നമുക്കിന്ന് അച്ചിങ്ങാപ്പയർ തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ. അതിന് വേണ്ടിയിട്ട് പയറും സവാളയും പച്ചമുളകും നമുക്ക് ആവശ്യത്തിനുള്ളത് അരിഞ്ഞ് വെക്കുക. കടായി ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 2-3 വറ്റൽമുളക് ചെറുതായി 2ആയി കീറിയത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായി എണ്ണ കിടന്ന് മൂത്ത് വരുമ്പോഴത്തേനും അരിഞ്ഞ് വെച്ചിരിക്കുന്ന പയറും സവാളയും പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി അത് വേവാൻ ആവശ്യത്തിന് വെള്ളം വേണം. അപ്പോൾ നമ്മൾ അതിന് ഒരു 2 കൈപ്പിടി വെള്ളം ഒന്ന് തിളച്ച ശേഷം ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഇത് വേവുന്ന സമയത്തിന് നമുക്കതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 ബൗള് തേങ്ങ, സ്വല്പം ജീരകം, 2 ചെറിയ കൊച്ചുള്ളി, സ്വല്പം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് മിക്സിയുടെ ചെറിയ ജാറിൽ 2-3 പ്രാവശ്യം, ഒരുപാട് അരയണ്ട, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളുടെ ഈ പയർ വെന്തതിൻ്റെ നടുവിലേക്ക് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഈ തേങ്ങ അരപ്പ് വേവണമല്ലോ, അപ്പോൾ അതിൻ്റെ നടുവിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പയറെല്ലാം ആ അരപ്പിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് വീണ്ടും 2 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം. നമുക്ക് ഈ സമയത്ത് നമുക്ക് ഈ തോരന് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തില്ലല്ലോ. ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒരു മിനിറ്റ് നേരം അടച്ച് വെച്ച് ആ തേങ്ങ വേവാൻ വേണ്ടി നമുക്ക് 2-3 മിനിറ്റും കൂടെ അടച്ച് വെച്ച് വേവിക്കാം. എന്നിട്ട് തുറന്ന് ആവശ്യത്തിന് വേണ്ട കരിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി 1 മിനിറ്റ് തുറന്ന് വെച്ച് ഇളക്കി എടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചിങ്ങാപ്പയർ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.